വൈബ് വിത്ത് ശ്രീ. അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് പേരറിയാം, മകയിലെ നാടറിയാം. അവിടെ ആരുമില്ല, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയിക്കോ, ഞാൻ മാത്രമേ ഉള്ളൂ. ആ പേര് പറയുമ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരാളുണ്ട്. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അറിയത്തില്ല, നോക്കാം. ട്രെയിൻ സമയത്ത് ചിലരൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഖുഷ് ഖുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ മരിച്ചാലും മറക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. വേറെ ഒന്നുമല്ല ഗൈസ്, 1000 സബ്സ്ക്രൈബേഴ്സായി എനിക്ക്. അങ്ങനെ തന്നെ ഞാൻ പറയും, 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാനിങ്ങനെ ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഞാൻ പെട്ടെന്നായിരുന്നു, എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് 1000 സബ്ബായി എന്നുള്ളത് അറിയുന്നത്. പിന്നെ എനിക്ക് എന്തോ ഇത് എങ്ങനെ പറയണമെന്നുള്ളത് അറിയത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ ആയിരുന്നു എനിക്ക് 1000 സബ്ബായത്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ കൂട്ടി ഞാൻ വീഡിയോ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ, അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വൈബ് വിത്ത് ശ്രീ എന്നുള്ളതാണ്. ആ പേര് പറയുമ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരാളുണ്ട്. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഓർക്കുന്ന ഒരാളുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് യൂട്യൂബിലൊരു, അതായത് അത്യാവശ്യം റീച്ചൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറക്കത്തില്ല. ഞാൻ എപ്പോഴും പറയും, എപ്പോഴും മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ പറയാമായിരുന്നു. മറ്റാരുമല്ല, മരിയ ജോർജ്. മരിയ ജോർജ് ആരാന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് തിരുവല്ല ക്യാഡ് സെൻറ്ററിലാണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നും എനിക്ക് പറയാൻ വയ്യ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവിടുത്തെ ജിബി മിസ് എന്ന് പറയും. ഞാൻ ജിബി മിസ്സിനെ വിളിക്കുന്ന പേരാണ് മരിയ ജോർജ് എന്നുള്ളത്. ഞാൻ ആദ്യമേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം മുതൽക്ക് ഇവിടം വരെയും ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മരിയ ജോർജ് എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തിൻ്റെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാം മിസ്സേ എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു അത് തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തെ എനിക്കിത് കൊണ്ട് തന്നു, ഒരു ട്രൈപ്പോഡ് കൊണ്ട് തന്നു. അത് വീട്ടിലിരുന്ന ട്രൈപ്പോഡാണ്. എന്തും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഇല്ലാത്തതിനെക്കാട്ടി കൂടുതലൊരു സന്തോഷമായിരുന്നു. കാരണം എനിക്കറിയത്തില്ല, പുള്ളിക്കാരത്തി എന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഇടാനായിട്ട് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിക്കുന്നതും ഞാൻ പറയുന്നതുമായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരാളാണ് മരിയ ജോർജ് എന്ന് പറയുന്നത്. കാരണം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തില്ല, അതായത് എത്ര വ്യൂസ് അങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എഡിറ്റിങ്ങിനോട് എഡിറ്റിംഗ് ഒന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്തു, ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇടുന്നു. അപ്പോൾ പിന്നീട് എനിക്കറിയാം അത് അത്രേ കാണത്തുള്ളൂ വീഡിയോ എന്നുള്ളത്. സമയത്ത് ചിലരൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഖുഷ് ഖുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ കയറി വരും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല. അത് പ്രോ എഡിറ്റേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല അതൊന്നും ചെയ്യാനായിട്ട്. പിന്നെ മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് VN ആണ്. VN-നകത്തിലാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പിന്നെ ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്പിനകത്തിൽ എഡിറ്റിംഗ് ആപ്പ് പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ VN-നകത്തിലുള്ള പരിപാടി അതിനകത്തിൽ എന്നെക്കൊണ്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിനകത്തിലാണ് എനിക്ക് വേറൊരു പ്രശ്നം വരുന്നത്. എനിക്കിങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങുള്ള കാര്യം. ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. വലിയ വീഡിയോ ആണെങ്കിലും അതും ഈ പറയുന്ന പോലെ വലിയ ആഡംബര രീതികളിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ, ഈ കവർ ഫോട്ടോ ഉണ്ടല്ലോ, നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടുന്ന സമയത്ത് അതിനിടുന്ന കവർ, അതുപോലും ഞാൻ ചെയ്യുന്നത് ഇൻസ്റ്റയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്കിനി പഠിക്കണം എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. യൂട്യൂബിൽ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുമല്ലോ, അത് നോക്കിയിട്ട് വേണം എനിക്കിനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത തവണ തൊട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എഡിറ്റൊക്കെ ചെയ്തിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് ഞാൻ വൃത്തിയായിട്ടിടാം. ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്തിടത്തേ ഉള്ളൂ, കാരണം എനിക്കിത് എത്രയും പെട്ടെന്ന് ഇടണം.
എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇടുവാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഞാൻ ഓഫീസിൽ നിന്ന് റിസൈൻ ഇട്ട് ഇറങ്ങുന്ന ലാസ്റ്റ് ഡേയിൽ എനിക്ക് ജിബി മിസ് തന്നതാട്ടോ. ഇത് കാര്യം വേറെ ഒന്നുമില്ല, ഇത് തന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അവർ തന്ന ഗിഫ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ഇട്ടില്ല, കാരണം എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു, കാരണം ഞാൻ ഇട്ടില്ല. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്കറിയത് എന്തിനാണ് മരിയ ജോർജ് എനിക്ക് തന്നതെന്നുള്ളത് ഞാൻ മരിയ ജോർജിനോട് ചോദിച്ചിട്ടില്ല, മരിയ ജോർജ് എന്നോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇത് എന്തിനാണ് തന്നതെന്നുള്ളത്. ഇത് ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കും, രാത്രി കിടക്കുന്ന സമയത്ത് നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ വീഡിയോസ് ചെയ്യണം, അതെപ്പൊക്കെ അപ്ലോഡ് ചെയ്യണം, അതിങ്ങനെ എഴുതി വെക്കാനായിട്ട് എനിക്ക് തന്നതായത്. അപ്പോൾ എന്നെ അത്രയും, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിയ ജോർജിൻ്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് നീ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചില വീഡിയോ ഒക്കെ ഒരിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നു, അതായത് വീഡിയോയെ പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, ഒരാഴ്ചത്തോളം ഗ്യാപ്പ് ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ വീഡിയോ ഒന്നും എനിക്ക് ഇടാനും കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര മടിയായിരുന്നു. ആ സമയത്ത് എന്നോട് ഇത്രയും കാര്യമായിട്ട് വന്ന് വീഡിയോ ഇടണം, വീഡിയോ ഇടാതിരിക്കരുത്, ഇട്ട വരത്തുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് മരിയ ജോർജ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ, തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതെന്നാൽ പിന്നെ വേണ്ട, ശരിയാവത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് വേണ്ട അതവിടെ കിടന്നോട്ട്, എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടാൽ മതി, വർക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്ന വർക്കാണെങ്കിലും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഇട്ടാൽ മതി, ശ്രീലക്ഷ്മി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ്. ഞാൻ മരിച്ചാലും മറക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ മരിയ ജോർജിനും അറിയാം, ഞാൻ ഇങ്ങനെയൊന്നും മരിയ ജോർജിനെ മറക്കത്തില്ല. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, അതിൽ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത, എനിക്ക് ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് അഫെക്ഷനുള്ള ഒരു ഫ്രണ്ടാണ് മരിയ ജോർജ്. ഓക്കെ, ഞാൻ മരിയ ജോർജിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി എൻ്റെ യൂട്യൂബിൽ എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറയത്തുള്ളൂ ഞാൻ തീരുമാനിച്ച് വെച്ചിരുന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. എനിക്കിതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ് അറിയത്തില്ല, നോക്കാം. അതായത് ഞാനൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിലല്ലായിരുന്നു, എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹമായിട്ട് വന്നതല്ല. ഒരു 10th ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത്, എൻ്റെ കൂടെ പഠിക്കുന്ന ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഒരു 10th ലെവലിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഏണിങ്സ് വേണമെന്നോ അങ്ങനെ ഒന്നും വെച്ചിട്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതലേ എനിക്കുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പല സാഹചര്യം, നല്ലൊരു ഫോണില്ലായിരുന്നു. എനിക്കിപ്പോൾ ഒരു 1 year ആവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ട്. അപ്പോൾ അതിന് മുമ്പ് വരെയുള്ള ഫോണിൻ്റെ കാര്യമൊക്കെ വളരെ കഷ്ടമായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് മുതൽക്കേ എനിക്കുള്ള എൻ്റെ ആ ഒരു ആഗ്രഹം നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ്, ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞടാ, എനിക്കിതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അവന് അത്യാവശ്യം യൂട്യൂബിൻ്റെ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞടി, എനിക്കറിയത്തില്ല ഇത് മെയിൽ ID വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം അവനിങ്ങനെ വീട്ടിൽ വന്ന സമയത്ത്, എന്തോ ചുമ്മാ വീട്ടിലോട്ട് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇവിടെ അമ്മ പായസം വെച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു, ആ പായസം വെക്കുന്നത് ഒരു വീഡിയോ അങ്ങ് എടുക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ഞാൻ ഇലയൊക്കെ വെട്ടാം, എന്നിട്ട് പായസമൊക്കെ നമുക്ക് ഒഴിക്കുന്നൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് പോയി, ഞങ്ങൾ പോയി ഇലയൊക്കെ വെട്ടി ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത്. പക്ഷെ ആദ്യത്തെ ആ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നത് അവനായിരുന്നു. കാരണം എനിക്ക് VN ഒരു എഡിറ്റിംഗ് ആപ്പാണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നോ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യത്തെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നത് അവനാണ്. അങ്ങനെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നു, അതിടുന്നു, അത് എഡിറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടേക്കുന്നത്, അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് എങ്ങനെ അറിയാവോ ആ രീതിക്കാണ് ഞാൻ ചെയ്തത്. അല്ല വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതുപോലെ തന്നെ എനിക്ക് ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്താണെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ ഇടയ്ക്കൂടെ എന്തോ പാട്ടൊക്കെ കയറ്റിയിട്ടേ അതിന് കോപ്പിറൈറ്റ് വന്നായിരുന്നു. എനിക്ക് കോപ്പിറൈറ്റ് വന്നാൽ ഇതാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കോപ്പിറൈറ്റ് കാണിക്കുന്നത് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേശ്ശെ പഠിച്ചു വരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് വേറൊരാളെ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് വലിയ പാടാണ്. ഇങ്ങോട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുവാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരാൾക്ക് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ആയോ ആയോ ആയോ. അപ്പം അത് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് #, ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ആവുമെന്നോ എനിക്കൊന്നും ഒരു പരിപാടി എനിക്കറിയില്ല. അതുപോലെ തന്നെ ചില വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബ് അൽഗോരിതത്തിന് ഓപ്പോസിറ്റ് ആണ് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഓരോരുത്തർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി വേണം ഞാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എടുക്കാനായിട്ട്. ഇപ്പോഴും എനിക്ക് ഈ പറയുന്ന പോലെ ഇത്ര 3000 വാച്ച് അവറോ അങ്ങനെയൊക്കെ കുറേ വേണം നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതൊന്നും എനിക്കായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കോണ് പോലും എനിക്കായിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഷോർട്സ് വീഡിയോ അല്ല നമുക്ക് വേണ്ടുന്നത്, നമുക്ക് നോർമൽ വീഡിയോ ആണ് വേണ്ടുന്നത്. ഞാൻ അതുവരെ അങ്ങനെ ചെയ്തിട്ടിട്ടില്ല. വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി എനിക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് തുടങ്ങണം. പിന്നെ പറയാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വൈബ് വിത്ത് ശ്രീ, അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എൻ്റെ ഒരു ഫ്രണ്ട് അഖിൽ, അവനെ കൊണ്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. സ്റ്റാർട്ടിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല, അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്ത പേരാണ് ഈ വൈബ് വിത്ത് ശ്രീ എന്നുള്ളത്. അപ്പം പിന്നെ അവൻ തന്നെ അന്നേരം നമുക്ക് ചാനൽ എടുക്കുന്ന സമയത്ത് ഒരു പേരൊക്കെ വേണമല്ലോ, അങ്ങനെ അന്നേരം ഇട്ട പേരാണ് നമ്മൾ ഈ വൈബ് വിത്ത് ശ്രീ എന്നുള്ള പേര്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നന്ദി രേഖപ്പെടുത്താനായിട്ടുള്ള ആളാണ് എന്താ പറയുന്നത്, അതായത് ആദ്യമായിട്ട് യൂട്യൂബിന് ചാനൽ തുടങ്ങാൻ നേരത്തെ എനിക്ക് എല്ലാ സഹായങ്ങളും സജ്ജീകരണങ്ങളും ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ എടുത്തു തന്ന അഖിലിനോട് ഞാൻ ആദ്യത്തെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എന്ത് തന്നെ ആയാലും ഞാനൊരു വീഡിയോ ഇടാതിരുന്നാലോ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് അത് പോരാൻ തോന്നിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും കുറേ പേര് ഇങ്ങനെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ യൂട്യൂബ് ചാനൽ എടുത്തോണ്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചേരെങ്കിലും ആൾക്കാരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഒരു വിഷമമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഞാനിനി ചെയ്യുന്നത് മോശമാണെന്നോ മറ്റുള്ളവരെ അത് കളിയാക്കുന്ന രീതിയിലോട്ട് അത് എത്തുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അത് ശ്രീലക്ഷ്മിയെ കൊണ്ട് പറ്റും, ശ്രീലക്ഷ്മി നല്ല രസമാണ് ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ് മരിയ ജോർജ്. രണ്ടാമത്തെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ, അതായത് എനിക്ക് 2ാം ക്ലാസ് മുതൽ അവളെ എനിക്കറിയാം. 2ാം ക്ലാസ് മുതൽ ഇപ്പം ഇതുവരെ അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട് ഗൈസ്. അപ്പോൾ അവളെ ഞാൻ അന്ന് മുതലേ വിളിക്കുന്നത്, ഞാൻ കാണുന്ന സമയം തൊട്ട് ഞാൻ അവളെ വിളിക്കുന്ന ഐലാന്തോഷ എന്നാണ്. പക്ഷെ അവളുടെ യഥാർത്ഥ പേര് അഖില സന്തോഷ് എന്നാണ്. ഐലാന്തോഷ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഗ്യാപ്പിൽ ഒരു 2 ആഴ്ചത്തോളം വീഡിയോ ഇടാതിരുന്നായിരുന്നു. അത് എന്താണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാതിരുന്നത്, എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞ 2 പേരാണ് ഈ പറയുന്ന മരിയ ജോർജും പിന്നൊന്ന് ഐലാന്തോഷും. അപ്പോൾ ഇവരോട് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എൻ്റെ റീസൺ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നിട്ട് ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ കുറേ ചീത്തയും പള്ളും വഴക്കും പറഞ്ഞ ഒരാളാണ് ഈ ഐലാന്തോഷൻ. അങ്ങനെ ഞാൻ വീഡിയോ ഇടാതിരുന്നായിരുന്നു കുറച്ച് സമയത്ത്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ അത്രയും മോട്ടിവേറ്റ്, നീ നാളെ തൊട്ട് വീഡിയോ ചെയ്ത് ഇടണം, വീഡിയോ നീ ഇടാതിരുന്നതാ കുഴപ്പമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്നോട് മിക്കവാറുള്ള ദിവസങ്ങളിൽ രാത്രി എല്ലാം വിളിച്ച് കോൾ ചെയ്യുമായിരുന്നു. എനിക്ക് അത്രയും ഭയങ്കര വിഷമമായി പോയ സംഭവമാണ്. അപ്പം ഐലാന്തോഷിന് ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞു, ഐലാന്തോഷ് ഇതുപോലെ 1000 പേരായി, സബ്സ്ക്രൈബേഴ്സ് 1000 ആയെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഐലാന്തോഷ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അശ്വതി. അവളുടെ കോസ്റ്റ്യൂമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുമായിരിക്കും. അവൾക്കും ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിടുന്നത്, വീഡിയോ ഇടുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൾക്ക് നേരത്തെ അവൾ പറയും, നീ വല്ല യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് അവൾ പണ്ടേ പറയും. അപ്പം അങ്ങനെ എനിക്ക് ആരുടെ പേര് പറയണം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവരോടൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരായിരിക്കുമല്ലോ. പിന്നെ കുറേ ആൾക്കാർ നമുക്കിന്നെ സജഷൻ തരും കേട്ടോ. അത് ഞാൻ ഈയിടയ്ക്കാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മളിടുന്ന സമയത്ത് അവർ കമൻ്റായിട്ട് വന്ന് കുറേ സജഷൻ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും വീഡിയോ ഇടുന്ന സമയത്ത്.
പിന്നെ എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് എല്ലാവരുടെയും കൂടെ ഒന്നും പേരൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല. ജസ്വിൻ, എനിക്ക് എൻ്റെ ഓഫീസിലെ വേറൊരു ഫ്രണ്ടാണ് ജസ്വിൻ. അവനാണ് എനിക്ക് ക്യാൻവ എന്താണെന്നോ അല്ലെ ക്യാൻവയിൽ എങ്ങനെ ചെയ്യുമെന്നൊന്നും അറിയില്ല. നമുക്ക് ഫസ്റ്റ് ടൈം ഒരാൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞ് കാണിച്ചു തരുവാണെങ്കിൽ ഓക്കെ. കയറിയിരുന്ന പണിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം അന്നേരം അവനാണ് എനിക്ക് ക്യാൻവയിൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ജസ്വിനായിരുന്നു. അപ്പം ജസ്വിനെ നന്ദിയുണ്ട്. ഈ ട്രൈപോഡ് ആക്ച്വലി ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യാത്തത്. പക്ഷെ എനിക്കിനി എന്ത് വിഷയം വന്നിട്ട് ഞാനിത് ആർക്കും കൊടുക്കത്തുമില്ല, ഞാൻ കളയത്തുമില്ല എന്ന് പറഞ്ഞാൽ ഞാനിതങ്ങനെ വെച്ചേക്കും. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സംഭവമാണ്. ഇത് മരിയ ജോർജ് ഇത് തരുന്ന സമയത്ത് ഞാൻ മരിയ ജോർജിനോട് പറഞ്ഞായിരുന്നു, മരിയ ജോർജ് എന്തെങ്കിലും ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകുന്ന സമയത്ത് ഞാൻ മെൻഷൻ ചെയ്യും കേട്ടോ മരിയ ജോർജിൻ്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 995 സബ്ബാകുമ്പോഴത്തേന് ശ്രീലക്ഷ്മി 995 സബ്ബായി, 996 സബ്ബായി, 997 സബ്ബായി എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും. ലാസ്റ്റ് 999 സബ്ബായപ്പോഴത്തേക്കിന് എന്നെ വിളിച്ച്, ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 999 സബ്ബായെന്ന്. അപ്പം വേറൊരാൾ നമ്മുടെ ഒരു സക്സസ് എന്നൊക്കെ എനിക്ക് പറയാമെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ പറയുവാണ്. നമുക്കൊരു സന്തോഷം വരുന്ന സമയത്ത് മറ്റൊരാൾ അതിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമല്ലേ. നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാര്യം സംഭവിക്കുന്ന സമയത്ത് അതിനെ മൊത്തത്തിൽ ഇങ്ങനെ എപ്പോഴും അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അവർ ഒബ്സർവ് ചെയ്ത് നമുക്കിങ്ങനെ കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്ത് തരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് കയറി ഇങ്ങനെ നോക്കി എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരാൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളില്ല. അത് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആവുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് നിർത്താണ്. മരിയ ജോർജിന് വളരെ നന്നായിട്ട് അറിയാം. എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആരും വന്നിട്ട് ഇത്ര സബ്ബായി അല്ലെങ്കിൽ ഇത്രയും പേരായി എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മരിയ ജോർജിൻ്റെ സന്തോഷം കണ്ടിട്ട് എൻ്റെ സന്തോഷം ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം അത്രയും സന്തോഷത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു 1000 സബ്ബായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് എന്നെക്കാട്ടി കൂടുതൽ സന്തോഷമായിരുന്നു. അപ്പം ലാസ്റ്റ് 1000 സബ്ബായപ്പോഴത്തേക്കിന് മരിയ ജോർജിന് എനിക്കത് പറയാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനോട് അമ്മയോടും പറഞ്ഞു എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു 500 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ നിന്നായെന്ന് പറഞ്ഞ് നിനക്ക് പഠിക്കൊന്നും വേണ്ട, ഇതിനകത്തിൽ ഇങ്ങനെ ഇരുന്നോ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം പോകുന്നത്. അവർക്ക് ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഞാനങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചില വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്, അതായത് വൈറൽ വീഡിയോയും ചലഞ്ചസും ഒക്കെ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അമ്മ ഇരുന്നോട് പറയുന്നത് കേൾക്കാം, നിങ്ങളുടെ മോളിപ്പോൾ ഏതാണ്ട് മുടി അത് ഇതൊക്കെ കരിച്ചു വാരി വെക്കും, വീടിന് തീ പിടിപ്പിക്കും, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അവർ അത്രയും ഇതെന്താണെന്നോ ഇതിനെപ്പറ്റി എത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അവർക്കും അറിയത്തില്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവർക്ക് സന്തോഷമായിരിക്കും, സന്തോഷം ഇല്ലയെന്നൊന്നും അല്ല, അവർക്ക് വലിയ കാര്യമായിരിക്കും. കാരണം ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ ഒന്നും ഇടാതിരുന്ന സമയത്ത് എന്നോട് അമ്മ പറഞ്ഞായിരുന്നു, നീ വീഡിയോ നീ എടുക്കുന്ന സമയത്ത് നീ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട, നീ വീഡിയോ നിനക്ക് പറ്റുന്ന സമയത്തൊക്കെ എടുത്തങ്ങ് ഇടണം, അതിനിപ്പോൾ എന്താ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അമ്മ. അച്ഛന് പിന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. കഷ്ടം, ഞാൻ അച്ഛനെ പിടിച്ചെടുത്ത് ഓരോ വീഡിയോസൊക്കെ ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോസൊക്കെ ചെയ്തിടണം. ഞാൻ പിന്നെ എന്നെപ്പറ്റി ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്നെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്തിടാം. മനസ്സിലായോ? ഞാൻ സ്ഥലവും പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും. അതിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിടാം. അപ്പോൾ ഇനി എനിക്കുള്ള വലിയൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3000 വാച്ച് അവർ വേണം. അതുപോലെ തന്നെ 3 മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂസാണ് വേണ്ടുന്നത്. ഞാൻ എങ്ങും എത്തിയിട്ടില്ല, വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഇപ്പം എനിക്ക് ഈ 1000 സബ്ബൊക്കെ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കത് ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നല്ല രീതിയിൽ ചെയ്തിടണമെന്നുള്ളത് ഒരാഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നോക്കണം, മാക്സിമം ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എനിക്ക് ഇത്. കാരണം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവരത് എങ്ങനെ എടുക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് വഷളാവുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇനി എനിക്ക് ചെയ്തിടണം. അതായത് എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതായത് എൻ്റെ കൂടെ ചെറുതിലേ മുതലേ ഉണ്ടായിരുന്നാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതായത് ഫാത്തിമി, ഐലന്തോഷ്, ഞാനീ പറഞ്ഞ അശ്വതി, പിന്നെ അപ്പു, സ്വാതി, ഇങ്ങനെ എൻ്റെ കൂടെ പിന്നെ അഖിൽ. ഇപ്പം ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം അഭിജിത്ത്, ഇവരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്.
എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ചിലരുണ്ട് ഒറ്റ കണ്ടന്റ് മാത്രം കൊണ്ടുപോകും. അത് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒറ്റ കണ്ടന്റ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ അതിനെ പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഒറ്റ കാര്യങ്ങൾ മാത്രമായിട്ട് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്കതല്ല ഇഷ്ടം. എല്ലാം അതിനകത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഈ പറയുന്ന എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി തന്നെ, അതായത് ആർട്ടാണെങ്കിലും കണ്ടന്റ് വീഡിയോസ് ആണെങ്കിലും എല്ലാം പോകണം അതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിതൊരു ഏണിങ്സ് എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സന്തോഷം, എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിടണം, ഓരോന്നിനും സെപ്പറേറ്റ് ചാനൽ, അത് അങ്ങനെയൊന്നും വേണ്ട. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരാൾക്ക് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് വിഷമമാവരുത്. യൂതന്തി കൊച്ചിങ്ങനെ വീഡിയോ ചെയ്ത് വെച്ചത് എന്നുള്ള രീതിയിലൊരു വിഷമം വരരുത്. അങ്ങനെ കൂടെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. നമുക്കറിയത്തില്ല അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവുമെന്ന്. മാക്സിമം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, മസ്റ്റായിട്ട് ഞാനത് പറഞ്ഞിരിക്കണം നിങ്ങളുടെ അടുത്ത്. അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റിയാണ്. അതായത് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയിക്കോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം ഫാൻ ഓഫ് ചെയ്തിട്ട്, ആദ്യമൊന്നും ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടല്ലായിരുന്നു വീഡിയോ എടുക്കുന്നത്. കാരണം ഫാനിൻ്റെ സൗണ്ട് കൂടെ കിടന്നുകൊണ്ടാണ്. അതായത് അന്നേരം അപ്പുറം ഉള്ളവരൊന്നും കേൾക്കത്തില്ലല്ലോ ഞാൻ ഈ സംസാരിക്കുന്നത്. അതെനിക്ക് അതുപോലും ഭയങ്കര ഒരു എന്താ പറയുന്നത്, അയ്യോ അവരെന്തോ വിചാരിക്കും, ഞാനിവിടെ നിന്ന് യൂട്യൂബ് വീഡിയോ എടുക്കുമെന്ന് വിചാരിക്കും, മനസ്സിലായോ? അങ്ങനെ കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മൈൻഡാണ്, വീഡിയോ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, കണ്ടന്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിത് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ കേട്ട് കഴിഞ്ഞാൽ അവരെന്തോ വിചാരിക്കും. ഇങ്ങനൊരു എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്ന കാര്യം അതാ. അവരെന്ത് വിചാരിക്കും, അല്ലെ അവർ കേൾക്കത്തില്ലയോ എന്നുള്ളൊരു ചിന്ത. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ പലയിടത്താണ്. അതായത് ആരെങ്കിലും വരുന്നോ, അവർ കേൾക്കുമോ, മനസ്സിലായി അങ്ങനെയൊക്കെ. പക്ഷെ ഇത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് സീരിയസ് ആയിട്ട്. ആരും കേട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ കൂടുതലും ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടിയിട്ടാണ്, ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസാണ് പലതും ഞാൻ ഇവിടെ ഇട്ടുകൊണ്ടിരുന്നത്, യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അതൊക്കെ മാറി എന്താ പറയുന്നത്, യൂട്യൂബിലോട്ടുകൂടെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണമെന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായി തീരുമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, അതായത് എൻ്റെ ചാനലിൽ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ നോക്കാൻ നേരത്ത് 1008 സബ്സ്ക്രൈബേഴ്സാണ്. ഈ 1008 സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. അത് ആരൊക്കെയാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അതാരായിരുന്നെങ്കിലും അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബ് ചെയ്തതിന്. അപ്പോൾ എന്താ പറയുന്നത്, ഇനിയും എന്താ പറയുക വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ കാണുക. എനിക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെങ്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഫണ്ണിയാക്കി ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം ഇനി ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലേ നമ്മളിങ്ങനെ ഓടിച്ചോടിച്ച് പോകുന്ന സമയത്ത് ഞാൻ വിട്ടുപോകുന്നതായിരിക്കും. ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കുക. ഒക്കെ പേരറിയാം, മകയിരുന്നാടറിയാം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.